Hello. So welcome back to another cooking vlog. ഇന്ന് കുറച്ച് നല്ലൊരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. Today I am going to make Thai green curry. ആദ്യമായിട്ടാണ്, പക്ഷേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിക്കലി പേസ്റ്റാണ് ഇതിനകത്ത് ആൻഡ് കോക്കനട്ട് മിൽക്ക് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് വെജീസ്, ചിക്കൻ, വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ആഡ് ഇറ്റ്. ഞാൻ തൽക്കാലം ഇപ്പോൾ മഷ്റൂം ആൻഡ് ബ്രോക്കലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് അതർ വെജീസ്. ഐ എം ഗോണ ആഡ് ചിക്കൻ ഓൾസോ. ഫുള്ളി ഓൺ. അയ്യോ, തുടങ്ങാം. വേറെ എക്സ്ട്രാ ആയിട്ട് വെജീസ് ആയിട്ട് ഐ ഗോട്ട് വൺ സ്പിനച്ച്. നമ്മുടെ ചീര നല്ലതാണ്, ഹെൽത്തി ഗ്രീൻ വെജിറ്റബിൾസ്. ആൻഡ് ദെൻ സിക്കിനി. സിക്കിനി ഇതെന്തു ഇതിപ്പോൾ it's like cucumber, but it's modernized version of cucumber എന്നൊക്കെ പറയാം. സോ പിന്നെ നമുക്ക് നാരങ്ങ വേണം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓൾറെഡി വേണമെന്നില്ല, ഐ തിങ്ക് ഇറ്റ് ഹാസ് എവറിത്തിങ് ആ പേസ്റ്റ്, ബട്ട് യാ. സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചട്ടി എടുക്കാം. നമുക്കൊരു വലിയ സാധനം വേണം. വോക്ക്, ഐ തിങ്ക് ദിസ് ഇസ് വോക്ക്, ഐ ഡോണ്ട് നോ. ഒരു വലിയ സംഭവം എടുക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ചിക്കൻ പ്രെപ്പ് ചെയ്യാം. നമ്മുടെ ഈ സാധനം മാറ്റി വയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. വിശന്നിട്ട് വയ്യ. നമുക്ക് ചിക്കൻ പ്രെപ്പ് ചെയ്യാം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ യൂഷ്വലി ബ്രസ്റ്റ് പീസാണ് വാങ്ങിക്കുന്നത്. എനിക്ക് ചിക്കനിൽ എല്ല് ഇഷ്ടമല്ല. ബട്ട് അറിയാതെ എല്ലോടെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ മെനക്കേടാ. പക്ഷെ നമ്മൾ തളരില്ല, നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ കട്ട്ലേറ്റ്. ഇതെന്തുവാ? ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ മടിയാണ്. നമുക്ക് കട്ട് ചെയ്യാം. കുഴപ്പമില്ല. I'm a very adjusting person. ബിന്ദു ആൻറ്റി, എപ്പോഴും എൻ്റെ ബിന്ദു ആൻറ്റി മിസ് ചെയ്യുന്നത്. എൻ്റെ ബിന്ദു ആൻറ്റി. സോറി, അഗ്രസീവ്. എനിക്ക് അമ്മ ഒന്ന് കട്ട് ചെയ്ത അമ്മ, എനിക്ക് പറ്റണില്ല അമ്മ. ഓക്കെ ഗായ്സ്, സക്സസ്ഫുള്ളി ചിക്കൻ കട്ട് ചെയ്തു. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട്. നമുക്കിനി അടുത്തത് ചീര നമുക്ക് ലാസ്റ്റ് കഴിയാൻ മതി. അപ്പം നമുക്ക് തൽക്കാലം ഈ സിക്കിനി എടുക്കാം. എനിവേ, കുറച്ച് എടുക്കാം. ഓക്കെ, അത്യാവശ്യം ഞാൻ എൻ്റെ പകുതിയോളം എടുത്തു. ബാക്കി നമുക്ക് ചുരുട്ടിക്കൂട്ടി വയ്ക്കാം. തോല് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഒരു സേഫ്റ്റിക്ക് റിമൂവ് ദി തോല്. ഇങ്ങനെ ഇരിക്കണോ? കുക്കുംബറിൻ്റെ വേറൊരു സംഭവം, ഇറ്റ്സ് ഹെൽത്തി. കുറേ നാളായി സുക്കിനി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പച്ച കളറുണ്ട്, മഞ്ഞ കളർ, വ്യത്യാസമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇഫ് യു വോണ്ട് ടു ആഡ് ലൈക്ക് ബ്രിഞ്ചോൾ, എഗ് പ്ലാന്റ്, ഓബർജീൻ, അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ചിക്കൻ യു ക്യാൻ ആഡ് ബീഫ്, മട്ടൺ, വാട്ട് എവർ യു വാണ്ട്. ഓർ ലൈക്ക് ടോഫു, വെജ് ആൾക്കാർക്ക്. കുക്കിംഗ് ഈസ് എ വെരി ക്രിയേറ്റീവ് സ്കിൽ കേട്ടോ. ഓക്കെ, തൽക്കാലം നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യണ്ടേ? ഇതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഹാഫ് സർക്കിൾസ് ഇതുപോലെ. ഓക്കെ, പിന്നെ നിങ്ങളുടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ നിങ്ങൾക്ക്? പിന്നെ വേറെ സംഭവം, ഈ ചിക്കൻ ഞാൻ കഴുകിയില്ല, ഇത് അങ്ങനെ തന്നെയാണ്. റീസെൻറ്റ് സ്റ്റഡീസ്, നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒഴിക്കുമ്പോഴേ ഫുൾ കീട്ടാണു പകരും. അപ്പോൾ നമ്മളൊരു ടവൽ എടുത്തിട്ട് നമുക്ക്
ഇങ്ങനെ ഉപ്പി എടുക്കാം. എനിവേ സോ അത് കഴിഞ്ഞു. ആക്ച്വലി ബേസിൽ ലീവ്സും കൂടെ വേണം, പക്ഷെ ഞാൻ എന്താ പറയുക, ഇതല്ലാതെ ഞാൻ അത് ഉപയോഗിക്കില്ല. നമുക്ക് മല്ലിയിലൊക്കെ ആഡ് ചെയ്യാം ലാസ്റ്റ് കേട്ടോ. പിന്നെ ചില്ലി ഓയിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഐ ലവ് ഗ്രീൻ കറി ഇൻസ്റ്റെഡ് ഓഫ് റെഡ് കറി. ലൈക്ക് ഗ്രീൻ കറി ഇതുകൊണ്ട് റെഡ് ഇതുകൊണ്ട്, പക്ഷേ ഗ്രീൻ കറി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. തേങ്ങാപ്പാലിലൊക്കെ, നമ്മുടെ തേങ്ങാപ്പാൽ. ഇത് നിങ്ങൾക്ക് എന്തോ പച്ചമാങ്ങ വേണമെങ്കിൽ കുറേ ആഡ് ചെയ്യാം. പിന്നെ അതല്ലാതെ ഷ്രിംപ്, കൊഞ്ച്, മീൻ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിത് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിക്കാം. പക്ഷേ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട കേട്ടോ. യൂട്യൂബിലുണ്ട് ഇതുപോലത്തെ കുറേ. നമുക്ക് നമ്മുടെ പേസ്റ്റ് എവിടെ, ഹേയ് പോ മക്കളെ, കുറച്ചും കൂടെ. വാവ്, നൈസ് സ്മെൽ. നമ്മുടെ കൊടുത്ത കാശിൻ്റെ നമ്മൾ ജസ്റ്റിസ് ചെയ്യണം. ചുരണ്ടി എടുക്കണം എല്ലാം. നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വാവ്, നല്ല നല്ല മണമുണ്ട്. നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. വാവ്, നമുക്ക് ചിക്കനായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ. നമ്മൾ വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യണ്ട. നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഉപ്പുണ്ടോ? യെസ്, നമ്മൾ ഉപ്പുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യണ്ട. വേണമെങ്കിൽ അവസാനം നിങ്ങളുടെ പ്രകാരം ആഡ് ചെയ്യാം. വാവ്, ഇത് ഹോട്ടൽ സ്റ്റൈൽ പോലെ ആവില്ല, ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇതിന് എക്സ്ട്രാ ഫിഷ് ഓയിൽ വേണം. മറ്റേ കഫീർ ലൈം എന്തോ സംഭവം വേണം. ചിക്കൻ്റെ കളറ് വൈറ്റായി വരുന്നുണ്ട്. ലൈക്ക് ചിക്കൻ ഇസ് കുക്കിംഗ്. അപ്പം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഹാസു. ദിസ് ഇസ് അൺസ്വീറ്റൻഡ് കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല. വാവ്, അധികം ഗ്രീൻ ആവുന്നില്ലല്ലോ ദൈവമേ. നമ്മുടെ ബ്രോക്കലി ആൻഡ് മഷ്റൂംസ് കണ്ടോ. മിക്സ് ഇറ്റ്, എവറിത്തിങ് വിൽ കം ഇൻ ഹാൻഡി. സ്പൈസ് വേണമെങ്കിൽ യു ക്യാൻ ആഡ് സം സ്പൈസ് ഇഫ് യു വാണ്ട്. ലൈക്ക് ചില്ലിയൊക്കെ വേണം, പക്ഷേ ചില്ലി ഞാൻ അധികം ഉപയോഗിക്കാറില്ല. സോ ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് നമുക്ക്. ടേസ്റ്റ് ഉണ്ടോ? ഉണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല. എൻ്റെ ഒരു ഇതിന് വേണ്ടി ഐ ആം ഗോണ ആഡ് സം സ്പൈസ്. കഹൂം. Red curry is more spicy. This is not that spicy, but I love spicy food, so I'm gonna mix it. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് ഇതാക്കാം. നമ്മുടെ ചീര നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാതെ പെട്ടെന്ന് കുതിരുന്നുണ്ട്. ഞാനിത് ഇവിടെ വെച്ചിട്ട് നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം. ഏത് മൂഡ്. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. സോ അധികം നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിശപ്പ് ഇല്ല, ഇച്ചിരി വിശപ്പേ ഉള്ളൂ, അപ്പോൾ എന്ത് കഴിക്കണം എന്നറിയില്ല എന്ന് തോന്നുമ്പോൾ ബ്രെഡ്, സാദാ ബ്രെഡ്, ലൈക്ക് എനി മൾട്ടിഗ്രെയിൻ എന്തെങ്കിലും ബ്രെഡ്, സാധാ നമ്മുടെ എന്തെങ്കിലും ബ്രെഡ്, ക്രീം ചീസ് ഉണ്ടല്ലോ, നമുക്കത് ആഡ് ചെയ്യാം. എന്നിട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ്, സോറി ക്യാമറ നോട്ടെ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് തിങ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് എവറിത്തിങ് ബേഗൽ സീസണിങ്. ഇതിനകത്ത് sesame seeds, garlic, white onion flakes, poppy seeds, black sesame seeds, ഇതൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. ലുക്സ് ലൈക്ക് ദിസ്.
നല്ലൊരു വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ ഒക്കെ മണമാണ്. സോ ഇത് ആഡ് ചെയ്ത് ക്രീം ചീസിൻ്റെ മുകളിൽ ഇത് ആഡ് ചെയ്ത് കഴിച്ചുണ്ടല്ലോ എൻ്റെ പൊന്നും മോളെ, പൊളിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്യാം മുകളിൽ. ഗൈസ്, ബൈ ദ വേ, നിങ്ങൾ കുറച്ച് പീസ് ഉണ്ടായിരുന്നു, സോ ഇതും കൂടെ ആഡ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ പോസിബിൾ ടു ആഡ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ലെമൺ. ഓക്കെ, ഇത് ആക്ച്വലി ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക് ലിറ്റിൽ ലെമൺ. ഇച്ചിരി പകുതി പോലും ഇല്ല എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഫുൾ ആഡ് ചെയ്യേണ്ട, കുറച്ചൊരു 2 സ്ക്വീസസ് ബാക്കിയുണ്ട്. ഞാൻ എന്നെ തന്നെ അങ്ങ് ഞെട്ടിച്ചു. ഓ മൈ ഗോഡ്. ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. സത്യാവസ്ഥ കാണിക്കണമല്ലോ. ഐ ഫീൽ ലൈക്ക് കുറച്ചും കൂടി ജിഞ്ചർ. ഇത് ആക്ച്വലി തുടക്കത്തിൽ ചിക്കനോട് വരട്ടില്ല, അപ്പോൾ ഇടേണ്ടതാണ്. ബട്ട് ഇതിപ്പോഴും ഇട്ട എന്തായിരുന്നു, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എക്സ്പയറി കഴിഞ്ഞതാണോ ദൈവമേ? അല്ല ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ കറി സൂപ്പറായിട്ടുണ്ട്. കാണുന്നുണ്ടോ? ലുക്ക്, വാവ്, ഓ മൈ ഗോഡ്. ഇത് കുറച്ച് തിക്കനായി. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തായിരുന്നു, ബട്ട് കുഴപ്പമില്ല. നമുക്കിനി ലാസ്റ്റ് ഞാൻ എൻ്റെ ഈ ബാക്കി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ലാസ്റ്റ് പിഴിഞ്ഞൊഴിക്കും. നിങ്ങളുടെ ഉപ്പിൻ്റെ അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ച് കേട്ടോ. മല്ലിയില ആഡ് ചെയ്യാം. യൂഷ്വലി ഇതിന് ഇതാണ് വേണ്ടത്, ഏത് ബേസിൽ ലീവ്സ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, കുറച്ചും കൂടെ ബേസിലിൻ്റെ ടേസ്റ്റ്, ബേസിൽ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് വന്നേനെ. ബട്ട് ഇറ്റ്സ് ഫൈൻ, വിൽ വർക്ക് വിത്ത് വാട്ട് വി ഹാവ്. നമുക്ക് നമ്മുടെ മല്ലിയില ഇടാം. വാവ്, ഓഹ് അടിപൊളി. നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഐ ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് വെയിറ്റ്. ഓക്കെ, നിങ്ങൾ ക്ലോസപ്പായിട്ട് കാണിക്കാമെന്ന് വെച്ചു. ഐ ക്യാൻ സീ ഈ സിക്കിനി ഉണ്ടോ, അത് വെന്തു. മഷ്റൂമും ഓൾമോസ്റ്റ് വെന്തു. ചിക്കൻ ഇസ് ഡൺ ഫോർ ഷുവർ. ബ്രോക്കലി എവിടെ? ബ്രോക്കലി ഓൾസോ ലുക്സ് വെരി കുക്ക്ഡ്. ദ കറി ഈസ് കുക്ക്ഡ്. നൗ വിൽ ലെറ്റ് ഇറ്റ് സിറ്റ് ഫോർ ലൈക്ക് 10, 15, 20 മിനിറ്റ്സ് മാക്സിമം. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ലാസ്റ്റ് മിക്കവാറും ഇത് കുക്കിംഗ് ചാനലായിട്ട് മാറും, ബട്ട് ഐ ഡോണ്ട് മൈൻഡ്. കൊള്ളാം. അപ്പം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അയ്യോ, എന്നിട്ട് നമ്മളിനി എന്ത് ചെയ്യും? ചോറ് ചൂടാക്കണം. ഒബ്വിയസ്ലി ചോറ് ഇന്നലെ മെനിങ്ങാന്ന് കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്ന് നാളെയായിട്ട് തീർക്കണം ചോറ്. അയ്യോ ഗായ്സ്, നമ്മുടെ സ്പിനച്ച്. അപ്പോൾ 2 ഇതുപോലത്തെ സംഭവം എടുക്കുക, കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞ് നമുക്ക് അതിനകത്തിടാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഇതൊന്ന് കത്തിക്കണം. ഓക്കെ, നമ്മുടെ അരിഞ്ഞ് വെച്ച ചീര എത്ര വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല, കാരണം അത് കുതിർന്നോളും. നമ്മളിതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ചൂടത്ത് അതങ്ങ് ഇതായിക്കോളും. കാണിച്ചു തരാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. നമ്മൾ ചീര നമ്മളിനകത്ത് ആഡ് ചെയ്തു. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചീര ആഡ് ചെയ്യാം, പക്ഷേ എനിക്ക് ഇത്ര മതി. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മൾ ഇനി ഓഫ് ചെയ്തിട്ടാൽ മതി. എന്തായാലും ഇത് ആ ചൂടത്ത് കുതിർന്നോളും. കുറച്ചല്ല, ഇനി ഒന്നൊന്നുമില്ല, ബട്ട് ഉള്ള കുറച്ച് നീരും കൂടെ മിക്സ് ചെയ്യണ്ട, മുകളിൽ ഒഴിച്ച്. നമ്മൾ അത് മാത്രമേ എടുത്തുള്ളൂ, വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ആക്ച്വലി യുനോ ബിഫോർ ദാറ്റ് കുറച്ച് ഒരു ഗാർണിഷിങ്ങിന് ഈ സ്പൈസ് എടുത്തിട്ട് ശരി, ഓൾറെഡി നമ്മൾ കുറച്ച് ആഡ് ചെയ്തത് കഴിഞ്ഞ്, അതല്ലാതെ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിന് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ. വീണ്ടും മണക്കം. അങ്ങനെ എനിക്ക് ഒരു 20 മിനിറ്റ് കൂടുതലായി.
എൻ്റെ ഇത് കാണിക്കാം. ഓഹ് പൊളിയാണ്. ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു എല്ലാ ഫുഡിനും എക്സൈറ്റഡ് ആണ്, ബട്ട് ഇതൊരു വേറെ ലെവൽ എക്സൈറ്റ്മെൻ്റ് ആണ്. കാണിക്കാം. ദിസ് ഹൗ ഇറ്റ് ഈസ്. Wow. Oh my god. I am a chef. Yeah. അപ്പം നമുക്കിതൊക്കെ എടുത്ത് വിളമ്പി കഴിക്കാം. ഓൾറെഡി എൻ്റെ ചോർ റെഡിയാണ്. ഇനി ഇതും കൂടെ അങ്ങ് വിളമ്പിയാൽ മതി. ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. തൽക്കാലം ഇവിടെ വെച്ചിട്ട് എനിക്ക് സ്റ്റാൻഡിൽ വെക്കാൻ മടി, അപ്പം ഞാൻ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. കൈ കൊണ്ടായിരിക്കും കഴിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഫോർക്ക് കൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കൻ അല്ലേ ഇത്? അതെ. അപ്പോൾ ചിക്കൻ കഴിച്ചു നോക്കാം, ഒന്നുമില്ലാതെ. എന്തിട്ടുണ്ട്? വാവ്, മൈ ഗോഡ്, ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ ചോറും ഇത്തിരി കറി എടുക്കാം. ഒരു മഷ്റൂം എടുത്തിട്ടുണ്ട്. ഐ ആം അമേസിങ്. നിങ്ങൾ രക്ഷയിലൊരു പൊന്നളിയോ നോക്ക്. ഓ മൈ ഗോഡ്. യുനോ ആക്ച്വലി ഇതിന് ജാപ്പനീസ് സ്റ്റിക്കി റൈസാണ് ആവശ്യം. നമുക്ക് സാധാരണ ബാസ്മതി റൈസ് ഉള്ളതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഇത് ജാപ്പനീസ്, നോ ദിസ് ഇസ് എ തായ് ഡിഷ്. അപ്പോൾ സ്റ്റിക്കി റൈസാണ് ഇതിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇത്. ഇനി അടുത്ത റെഡ് കറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അത് കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എനിവേ താങ്ക് യു ഗൈസ്, വളരെ നന്ദി. ഇത് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചോ? കാരണം ഞാനിത് കണ്ടുപിടിച്ചതാണ്. ഏത്? ഓക്കെ, ബൈ. താങ്ക് യു.